ഹലോ ഗൈസ്, അങ്ങനെ സ്പെയിൻ്റെ ആദ്യത്തെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. ഫുട്ബോൾ ലോകം മുഴുവൻ ഒരു ഗോൾ മഴ പ്രതീക്ഷിച്ച മത്സരം. ലോകകപ്പിലെ ക്ലിയർ ഫേവറേറ്റ്സുകളായ സ്പെയിൻ കളത്തിലിറങ്ങുമ്പോൾ എതിരാളികൾക്ക് രക്ഷയില്ല എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ മത്സരം അവസാനിച്ചപ്പോൾ സ്കോർ ബോർഡിൽ തെളിഞ്ഞത് ആരും പ്രതീക്ഷിക്കാത്തൊരു ഫലം. സ്കോർ ലെവൽ 0-0. കേപ്പ് വാർഡെ എന്ന കുഞ്ഞൻ ടീം സ്പെയിനിനെ എങ്ങനെ പിടിച്ചുകെട്ടി. മത്സരത്തിൻ്റെ ആദ്യ വിസിൽ മുതൽ തന്നെ സ്പെയിൻ താരങ്ങൾ തങ്ങളുടെ പതിവ് ശൈലിയിൽ പന്ത് കൈവശം വെച്ച് കളി നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ചെറിയ പാസുകളും വേഗതയുള്ള മുന്നേറ്റങ്ങളുമായി അവർ തുടർച്ചയായി ആക്രമണം നടത്തി. എന്നാൽ കേപ്പ് വാർഡെ താരങ്ങൾ പ്രതിരോധത്തിൽ അതിശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ലാമിനെ യമാൽ തൻ്റെ മാജിക്കൽ ഡ്രിബ്ലിങ്ങിലൂടെ നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു. മധ്യനിരയിൽ പെഡ്രിയും റോഡ്രിയും കളി നിയന്ത്രിച്ചു. ഇടതു വിങ്ങിൽ നിക്കോ വില്യംസ് നിരന്തരം മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു. ആദ്യ പകുതിയിൽ സ്പെയിനിന് നിരവധി അവസരങ്ങൾ ലഭിച്ചു. പെഡ്രിയുടെ കൃത്യമായ പാസുകളും യമാലിൻ്റെ മുന്നേറ്റങ്ങളും പലതവണ പ്രതീക്ഷ നൽകിയെങ്കിലും അവസാന ഫിനിഷിങ്ങിൽ പിഴവുകൾ സംഭവിച്ചു. കേപ്പ് വെർഡെ ഗോൾ കീപ്പർ നടത്തിയ ചില സേവുകൾ മത്സരത്തിൻ്റെ ടേണിംഗ് പോയിൻ്റായി മാറി. രണ്ടാം പകുതിയിൽ സ്പെയിൻ ആക്രമണത്തിൻ്റെ തീവ്രത കൂട്ടി. കോച്ച് കൂടുതൽ ആക്രമണപരമായ മാറ്റങ്ങൾ വരുത്തി എങ്കിലും ഗോൾ മാത്രം വന്നില്ല. ഓരോ മിനിറ്റ് കടന്നു പോകുമ്പോഴും കേപ്പ് വെർഡെ താരങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും സ്പെയിൻ താരങ്ങളുടെ നിരാശ കൂടുകയും ചെയ്തു. മത്സരം അവസാന നിമിഷങ്ങളിലേക്ക് കടന്നപ്പോൾ സ്റ്റേഡിയത്തിലെ സ്പാനിഷ് ആരാധകർ ഒരു ഗോളെങ്കിലും പ്രതീക്ഷിച്ച് കാത്തിരുന്നു. എന്നാൽ കേപ്പ് വെർഡെ താരങ്ങൾ അവസാന വിസിൽ വരെ പോരാടി. പ്രതിരോധത്തിൽ അവർ കാഴ്ചവെച്ച അച്ചടക്കവും ആത്മവിശ്വാസവും ലോക ഫുട്ബോളിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അവസാനം റഫറി അവസാന വിസിൽ മുഴക്കിയപ്പോൾ സ്കോർ 0-0. യമാൽ, പെഡ്രി, ഗാവി, നിക്കോ വില്യംസ് എന്നിവർ ഉൾക്കൊള്ളുന്ന സ്പെയിൻ ടീമിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച കേപ്പ് വെർഡെ ലോകകപ്പിലെ ആദ്യ വലിയ സർപ്രൈസുകളിൽ ഒന്ന് സമ്മാനിച്ചു. 40-ാം വയസ്സിൽ ലോകകപ്പിൽ മിന്നൽ പ്രകടനം കാഴ്ചവെച്ച കേപ്പ് വെർഡെ ഗോൾ കീപ്പർ സീനയ്ക്ക് മുന്നിൽ സ്പെയിനിൻ്റെ യുവനിര മുട്ടുകുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി സ്പെയിൻ്റെ അടുത്ത മത്സരങ്ങൾ കൂടുതൽ നിർണായകമാണ്. യമാലും കൂട്ടനും ശക്തരായി തിരിച്ചു വരുമോ, അതോ ലോകകപ്പിൽ ഇനിയും അട്ടിമറികൾ കാത്തിരിക്കുകയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തൂ. സ്പെയിൻ ഈ ലോകകപ്പ് നേടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ?